ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ബാക്ക് ടു സ്കൂളിൻ്റെ ക്രാഫ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 10 ഡേയ്സിൻ്റെ ചാലഞ്ച്, അതായത് 10 ദിവസം ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രാഫ്റ്റ്സ് ഇടുന്നു. അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മെമോ പാഡാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല സിമ്പിളാണ്. 2 A4 ആണ് എടുക്കേണ്ടത്. ഞാൻ 1 A4 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 2 എണ്ണം വെച്ച് ചെയ്യാം. പ്രോസസ്സൊക്കെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഒരു പേപ്പർ എടുത്ത് ഞാൻ കാണിക്കുന്ന പോലെ മടക്കുക. എന്നിട്ട് ബ്രഷ് പെന്നോ അല്ലെങ്കിൽ വേറെ സ്കെച്ചോ കളറോ നമ്മുടെ ചോയ്സ്, നമുക്കിഷ്ടമുള്ള ഒരു കളർ ഉപയോഗിച്ചതാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇതേ ഡിസൈൻ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്കിഷ്ടമുള്ള ഡിസൈൻസൊക്കെ എടുക്കാം. ചില ആൾക്കാർക്കെങ്കിലും മെമോ പാഡ് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ടു ഡു ലിസ്റ്റൊക്കെ നമ്മൾ എഴുതിയേക്കല്ലോ, പിന്നെ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കല്ലോ. അതിന് പകരം ഇങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞ് നോട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ എഴുതി വെക്കാം. അതായത് നമ്മൾ സ്റ്റിക്കി നോട്ടിലൊക്കെ എഴുതുമല്ലോ, അതുപോലെ സ്റ്റിക്കി നോട്ടിൻ്റെ ഒരു അടുത്ത ബന്ധുവായിട്ടൊക്കെ വരും ഈ മെമോ പാഡ്. നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് അളവെടുത്തൊക്കെ വരയ്ക്കാം, നല്ല പെർഫെക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അളവൊന്നും എടുക്കാൻ നേരമില്ലാത്തതിനോട് ഞാൻ ഇപ്പം ഇങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളൂ. പേപ്പർ കൂടുതൽ മടക്കിയിട്ട് ഇത് ഉണ്ടാക്കുകയാണ് നല്ലതെന്നാൽ നമുക്ക് കൃത്യമായിട്ട് ഒരേ അളവിൽ കിട്ടും. മറ്റേത് വരച്ചുണ്ടാക്കുമ്പോൾ തല കുത്തനെ ഇപ്പം എൻ്റെ അവിടെ ചെരിവ് ഇവിടെ ചെരിവ് അതുപോലെയും. അതിനോട് ഞാൻ ഇപ്പം ഇങ്ങനെ വരച്ചിട്ട് ഉണ്ടാക്കണതിന് പകരം ഞാൻ ഇങ്ങനെ മടക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ വരച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ അടിയിൽ കൂടെ ഒരു നമുക്കിഷ്ടമുള്ള കളർ സ്കെച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ടൊരു സാധാ അങ്ങനെ ക്ലൗഡിൻ്റെ ഒക്കെ ഇതുപോലത്തെ ഇത് വരച്ച് കുറച്ച് ചെറിയൊക്കെ വരച്ചെടുത്തിരിക്കുകയാണ്. നമുക്ക് വേറെ എന്തെങ്കിലും ഹാർട്ട് ഷേപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ക്വയർ പെട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിൽ വരച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെ വരച്ച് പകരം നമുക്ക് എന്തെങ്കിലും കവായി കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ മെമോ പാഡ് കുറച്ചുകൂടെ ക്യൂട്ടാവും. ഞാൻ ഇപ്പോൾ ചെറീസും ഇതൊക്കെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മെമോ പാഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കൂടുതലും ഒരു 4-5 A4 വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നാൽ പിന്നെ നല്ല കട്ടിയിൽ കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് കുറേ കാലം ഉപയോഗിക്കുകയും ചെയ്യാം. ആദ്യമൊന്നും മെമോ പാഡ് ഞാൻ വല്ലാണ്ട് ഉപയോഗിക്കലൊന്നുമില്ല. ഇപ്പം ഒരു 4-5 മാസമായിട്ട് ഞാൻ ഇപ്പം മെമോ പാഡ് നല്ല ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമുക്ക് സ്കൂളിൽ നിന്ന് ഈ ഹോംവർക്ക് ഇതൊക്കെ തരികയെന്ന് വെച്ചാൽ ഇതിൽ ടു ഡു ലിസ്റ്റ് പറഞ്ഞിട്ട് ഹോംവർക്ക് എഴുതിയേക്കാന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ വന്ന് നോക്കുമ്പം അത് കാണുമ്പോൾ ആ ഹോംവർക്ക് ചെയ്യാണ്ടെന്നുള്ളൊരു ഓർമ്മ വരും. സ്റ്റിക്കി നോട്ടിൽ നമ്മൾ എഴുതി വെക്കല്ലോ, അതേപോലെ തന്നെയാണ് ഈ മെമോ പാഡിലും എഴുതി വെക്കൽ. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നമുക്ക് ഈ മെമോ പാഡ് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ വാങ്ങുകയൊക്കെ ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് അതിൽ വല്ലാണ്ട് ഡിസൈൻസ് ഒന്നുമില്ല, കൂടുതലും പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഞാൻ കണ്ടത്. ചിലയിൽ ഡിസൈൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പം ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ്. ചില ചെറീസൊക്കെ വരയ്ക്കുമ്പോൾ ചെറീൻ്റെ പല ഭാഗങ്ങളും പല പല രീതിയിലായിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. പിന്നെ ഇങ്ങനെ ചെറീസോ നമുക്കിഷ്ടമുള്ള ഡിസൈൻസൊക്കെ വരച്ച് കൊടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൽ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് എഴുതി കൊടുക്കാം. വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇടുകയും ചെയ്യാം. ഞാൻ ഇപ്പോൾ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ അടിയിൽ നമ്മൾ നോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ലൈൻസ്, അതേപോലെ സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ വരച്ചു കൊടുക്കുന്നില്ല, ബ്ലാങ്ക് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ മടക്കി കൊടുത്തല്ലോ, ആ മടക്കിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് വെട്ടി കൊടുക്കാം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു മെമോ പാഡ് വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ ഒരു പ്രാവശ്യം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.
നമ്മൾ വെട്ടിയെടുത്ത പീസസൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാം. എന്നിട്ട് ടു ഡു ലിസ്റ്റ് എന്ന് എഴുതിയ അതുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നമുക്ക് 2 ക്ലിപ്പ് വെച്ച ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു A4 എടുത്തുകൊണ്ട് തന്നെ എൻ്റെ തിക്നെസ് നല്ല കുറവാണ്. അതുകൊണ്ട് 2 A4 3 A4 ഒക്കെ വെച്ച് ചെയ്യാൻ നോക്കുക. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ മറ്റൊരു പീസ് ഓഫ് പേപ്പർക്ക്, അത് പേപ്പറല്ല, ഒരു തരം ബോർഡാണ്. അതായത് കുറച്ച് A4ൻ്റെ ഒക്കെ ഒരു കുറച്ച് കട്ടിയുള്ള ടൈപ്പ്, അതെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു അളവ് എടുക്കുക. നമ്മുടെ ബുക്കിനെ കാട്ടി കുറച്ചുകൂടെ വലിപ്പമുള്ള എടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഷേപ്പാക്കി ഒന്ന് വെട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് 4-5 സ്റ്റിക്കർ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. മറ്റേത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെട്ടിച്ച ബോർഡ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ പോലെ ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അത് ഒട്ടിക്കുമ്പോൾ ഒട്ടിക്കണമെന്നില്ല, പകരം പേപ്പർ ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അമർത്തി ഇതാക്കി വെച്ച് കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഇവിടെ ഒട്ടിച്ചെന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെ സൈഡിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ മെമ്മോ പാഡ് തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഈ മെമ്മോ പാഡ് നല്ല യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.